ആമേ. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത്രയും നാൾ എവിടെ ആയിരുന്നതായിരിക്കും എല്ലാവരും അറിയില്ല. ഞാൻ ചെത്ത് പോയിട്ടില്ല ഗൈസ്. കുറേ പേര് ഇതുപോലെ ഇങ്ങനെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, എവിടെയാണ് എന്ത് പറ്റിയെന്നൊക്കെ. റീസെൻ്റ്ലി ആണെങ്കിൽ ഒരു കൊച്ചു എന്നെ വിളിച്ച് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്, എന്താ പോസ്റ്റ് ചെയ്യാത്തതെന്ന്. സത്യം പറഞ്ഞാൽ വീഡിയോസൊക്കെ കാത്തിരിക്കുന്ന കുറേ പേരുണ്ടെന്ന് ഞാൻ സത്യമായിട്ടും മനസ്സിലാക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച എന്നെ വല്ല കുറ്റവും കാര്യങ്ങളൊക്കെ പറയാൻ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ മാത്രമൊക്കെ കാണുന്നതെന്ന്. ബട്ട് എനിവേ, അതെൻ്റെ മാത്രം കുഴപ്പമാണ്. എനിവേ, ഐ ഗോട്ട് റിയലി ബിസി. I have a wedding to plan. I have something going on with the immigration part. Got totally busy with that. പിന്നെ എനിക്കൊരു പ്രൊമോഷൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് അങ്ങനെ ജോലിയിലും തിരക്കിൽ പെട്ടു. പിന്നെ സ്റ്റാർട്ടിങ് ഫ്രം ദിസ് ജാനുവരി, ദിസ് ന്യൂ ഇയർ, എൻ്റെ സ്കെഡ്യൂൾ ആകെ മാറി. അപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു റുട്ടീനൊക്കെ കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് പിന്നെ വിൻ്റർ ആകുന്ന സമയത്ത് നമ്മൾക്ക് എവിടെ നിന്നില്ലാത്ത ഒരു മടിയും കാര്യങ്ങളൊക്കെയാണ്. എനിവേ, ഇനി ഞാനൊരു നോ മോർ എക്സ്ക്യൂസ് മോഡിലേക്ക് കിടക്കുകയാണ്. ഇറ്റ്സ് സ്പ്രിങ് ഓൾറെഡി, ആസ് യു ക്യാൻ സീ അറ്റ് മൈ ബാക്ക്ഗ്രൗണ്ട്. സ്പ്രിങ് ആയി കഴിഞ്ഞാൽ ഈ മഞ്ഞൊക്കെ എന്താവും, ഉരുകി ഇങ്ങനെ വാട്ടർഫാൾസിലൂടെയും ലേക്സിലൂടെയൊക്കെ ഇങ്ങനെ പുറത്ത് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ ഈ വാട്ടർഫാൾസൊന്നും അധികാലം ഇതുപോലെ നിൽക്കില്ല. കുറേ കഴിയുമ്പോൾ ഫാൾ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് വറ്റി വരണ്ട് പോകും. പക്ഷേ ദിസ് ഈസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ടൈം ഓഫ് ദി ഇയർ ടു സീ വാട്ടർഫാൾസ് ആൻഡ് ലേക്സ്. ഇത് ഫുള്ളാണ്. ഞാൻ ഇത്ര അടുത്താണ് സത്യം പറഞ്ഞാൽ നിൽക്കുന്നത്. ഇത്ര അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ വെള്ളമൊക്കെ എന്തോ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്, അതിൻ്റെ അല ഇങ്ങനെ അടിക്കുന്നത് കാണുമ്പം. നല്ല കുത്തൊഴുക്കിലാണ് വാട്ടർഫാൾസ് പോകുന്നത് കേട്ടോ. കാണാൻ പേടിയാവുന്നുണ്ട്. ഇത്രയും കുത്തൊഴുക്കിൽ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇതിങ്ങനെ ഇങ്ങനെ വളരെ ചെറിയൊരു അരുവി പോലെയാണ് ഒഴുകാറ്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് വന്ന് ഞാൻ നിന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഒഴുക്കിൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുമ്പോൾ പേടിയാവുന്നു. കാനഡയിൽ ഇപ്പോ ഒരു സ്പ്രിംഗ് സീസൺ ആണ്. സ്പ്രിംഗ് സീസൺ എന്ന് പറയുമ്പോൾ വിന്ററിന് ശേഷവും സമ്മറിന് മുമ്പുമായിട്ട് ഈ മാർച്ച് മുതൽ ഏകദേശം ഒരു ജൂൺ ജൂലൈ വരെയൊക്കെയുള്ള ഒരു സമയം സ്പ്രിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്താണെങ്കിൽ നമ്മളുടെ വെതർ ഇറ്റ് ആക്ച്വലി ഗെറ്റ്സ് വാർമർ, ഡേ ലൈറ്റ് കൂടുതലാവും. ഇതുവരെ ഒളിച്ചിരുന്ന പക്ഷികളും അനിമൽസും എല്ലാം പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങും. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതവും കൗതുകവുമാണ് കേട്ടോ. ഒരു പുതിയൊരു എനർജി കിട്ടിയ പോലെ നമുക്ക് തന്നെ തോന്നാറുണ്ട്. മാർച്ച് 20-21 തീയതികളിലൊക്കെയാണ് ഒഫീഷ്യലി സ്പ്രിംഗ് ആവുന്നത്. പക്ഷെ അതിനുശേഷം ഓഫ് കോഴ്സ് വി ആർ ഇൻ കാനഡ, അതിനുശേഷം നല്ല രീതിയിൽ സ്നോ ഒക്കെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ 2 ദിവസവും നമുക്ക് സ്നോ ഉണ്ടായിരുന്നു. ഈ ഒരു കാലാവസ്ഥയൊക്കെ ഒന്ന് നല്ല സ്റ്റേബിൾ ആവാൻ കുറച്ചധികം സമയം എടുക്കും. പിന്നെ അങ്ങോട്ട് എപ്പോഴും മഴയായിരിക്കും. സ്നോ പെയ്യുന്നതിന് പകരം പിന്നെ അങ്ങോട്ട് മഴയാണ്. ഈ മഴയത്താണ് നമ്മളുടെ ഈ കരിഞ്ഞുണങ്ങിയ ഇലകളൊക്കെ വീണ്ടും മുട്ടിട്ട് തുടങ്ങുന്നതും ഇലകളൊക്കെ വന്ന് തുടങ്ങുന്നതും. ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് റെയിൻ. പക്ഷെ സ്നോ ആണ് എന്നെ കൊണ്ട് സഹിക്കാൻ വയ്യാത്ത. മേ ബി നമ്മളൊക്കെ കേരളത്തിൽ ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കും മഴ ഒരു കാര്യമേ അല്ല. പക്ഷെ ഇവിടുത്തെ കനേഡിയൻസിന് മഴ ഇഷ്ടമല്ല കേട്ടോ. കുറെ പേര് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ യു ആർ ജസ്റ്റ് സീയിങ് എ വീഡിയോ ദാറ്റ് ഐ എം ജസ്റ്റ് അനോയിങ് രാഹുൽ. Right? Yes. Okay. Bro said indirectly that I have a good personality Never said than that. than my beauty. Right? Never said that. I can bear with your personality and attitude. Oh my goodness. I'm high maintenance, bro. You have to. You have to accept it. You know? Fuck you. It's okay sometimes to be very high maintenance. You can maintain വാടച്ച് me. മിണ്ടായിരിക്കുന്നതാണോ? You can maintain me always. ഇമിഗ്രേഷന്റെ ആവശ്യമൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം ലീവ് എടുത്തിട്ട് ടൊറന്റോയിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വന്നു. ആ ഒരു ദിവസമാണ് ഇപ്പൊ കാണുന്നത്. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഓഫ് കോഴ്സ് ടൊറന്റോ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ രാഹുലിന് ഒരു സിനിമ കാണാതെ തിരിച്ചു വരാൻ പറ്റില്ല. അതേ ദിവസം അപ്പോയിന്റ്മെന്റിന് എടുത്ത ദിവസം തന്നെ നമ്മള് എന്താ ഷാജി പാപ്പന്റെ സിനിമയും കണ്ടു. തേർഡ് പാർട്ട്, യെസ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം സെക്കൻഡ് പാർട്ടാണ്.
ബട്ട് ദിസ് ഇസ് സംതിങ് ലൈക്ക് ആ നൊസ്റ്റാൾജിക് അല്ലേ. സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് ഓഫ് കോഴ്സ് ഒരു കേരള റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിച്ച് പോയി. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ്, പക്ഷെ രാവിലെ ഇതുപോലെ ഒരു പ്രാവശ്യം മുമ്പ് കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് എന്നെയും കൂടെ കൊണ്ടുപോയതാ കേട്ടോ. ഞാൻ അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്തു. ഒന്നും പറയാനില്ല, ഗംഭീരമായിട്ടുണ്ട്. ഒരു മലബാർ സ്റ്റൈൽ കല്യാണ ബിരിയാണി പോലെ ഒരു സംഭവമാണ് ട്രൈ ചെയ്തത്. സോ ഗുഡ്. രാഹുലിന് അവിടുത്തെ പാൽക്കപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതും വീണ്ടും വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ അങ്ങോട്ട് പോയത്. ഇതേ സ്പ്രിംഗ് സീസണിലാണ് കേട്ടോ എന്റെ ബർത്ത്ഡേയും വരുന്നത്. ഐ എം എ സ്പ്രിംഗ് ചിക്ക്. അതായത് സോഡിയാക് സയൻസിന്റെ ഏറ്റവും ഫസ്റ്റ് സൈൻ ആണ് ഇത്ര ഏരീസ്. അതായത് ന്യൂ ഇയറിന്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകൾ വിചാരിക്കുന്നതും ഇല്ലെങ്കിൽ വിശ്വസിക്കുന്നത് സ്പ്രിംഗ് സീസൺ ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ അടുത്താണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഏപ്രിൽ ഫസ്റ്റിന് ഏപ്രിൽ ഫൂളായിട്ട് ആഘോഷിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ആൾക്കാരൊക്കെ സ്പ്രിംഗ് സീസൺ ന്യൂ ഇയർ ആയിട്ട് കണക്കാക്കിയിട്ട് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഈ ക്രിസ്ത്യൻ കാലണ്ടർ വന്നതിന് ശേഷമാണ് ജാനുവരിയിൽ എന്തോ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ചില ആൾക്കാർ ഇപ്പോഴും ആ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നവരെയാണ് ഏപ്രിൽ ഫൂൾ, അല്ലെങ്കിൽ ഇപ്പോഴും ആ സമയമാണ് ന്യൂ ഇയർ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്നതായിട്ട് എന്റെ റീസെന്റ് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് ഇങ്ങനെ പറഞ്ഞു തന്നു കേട്ടോ. സോ എനിവേസ്, മാർച്ച് 29-നാണ് എന്റെ ബർത്ത്ഡേ. ഐ എം എ മാർച്ച് ഏരീസ്. അതിന്റെ എല്ലാ സയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാറുണ്ട്. ഈ അടുത്ത കുറെ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ ഇങ്ങനെ ഫീഡ് വരുമായിരുന്നു ഏരീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും സ്വഭാവവും സവിശേഷതകളും ഒക്കെ പറഞ്ഞുകൊണ്ട്. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട്. ഐ എം വെരി ഇമ്പൾസീവ്, ഐ എം വെരി സ്പോണ്ടേനിയസ്, ഹൈ എനർജി, വെരി എക്സ്ട്രോവേർട്ട്. എന്താ പറയാ, ലൈക്ക് ഐ ഹാവ് ടു ബേൺ മൈ എനർജി ടു ഗെറ്റ് സം ഡോപ്പമീൻ. അങ്ങനെയൊക്കെയാണ് ഞാൻ. ബട്ട് ഇതെല്ലാം ഓപ്പോസിറ്റ് ആണ് രാഹുലിന്റെയും. എന്തായാലും അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ് നമ്മളുടെ. സോ എനിവേ, ഈ ബർത്ത്ഡേ ഞാൻ ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നു. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ രാവിലെ ഒരു കേക്ക് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വാസ് വെരി നൈസ്. പിന്നെ ഒരു ദിവസം ഞങ്ങള് വിഷു ഒക്കെ ആയി തീരുമാനിച്ചുകൊണ്ട് വിഷുവിനെ അടുപ്പിച്ചായിട്ട് നമ്മളൊരു വീക്കെൻഡ് വന്നിട്ട് ഇവിടെ നമുക്കൊരു ഗുരുവായൂർ അമ്പലം ഉണ്ട് കേട്ടോ. ടൊറന്റോ സൈഡാണ്. ഈ പറയുന്ന സംഭവങ്ങളൊന്നും നമ്മളുടെ ചുറ്റുവട്ടത്തൊന്നും ഇല്ല. എല്ലാത്തിനും അക്സസിബിൾ ആയിട്ട് ടൊറന്റോ ആണ് ഉള്ളത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 200-250 കിലോമീറ്റർ ട്രാവൽ ഉണ്ട്. സോ ഞങ്ങള് അന്നത്തേക്ക് ഒരു വീക്കെൻഡ് നമ്മളെല്ലാവരും കൂടെ ഓഫ് ആയിരുന്നു. എന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി കുറച്ച് അതിന് തൊട്ടപ്പുറത്തൊക്കെയുള്ള കുറെ അയ്യപ്പ ക്ഷേത്രത്തിലും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ, ഇങ്ങനെ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയാണ്. അപ്പൊ ഞങ്ങള് തൊട്ടടുത്തുള്ള ശരവണ ഭവനിലും പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എന്റെ ഇപ്പോഴത്തെ ഒരു കോർ ഹാപ്പിനെസ് എന്നൊക്കെ പറയാൻ. അമ്പലങ്ങളിൽ എനിക്ക് പ്രസാദം കൂടെ കിട്ടുമായിരുന്നു കേട്ടോ. നല്ല വടയും ചട്നിയും ഒക്കെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പൊ ആരുടെ കൂടെ പോകുന്നതെന്ന് വെച്ചാൽ, ദിസ് ഇസ് രാഹുൽ ബായ് ആൻഡ് പ്രഭ്ജോത്, ബാബി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇതാണ് നമ്മളുടെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള നെയ്ബേഴ്സ്. പേരും രാഹുൽ തന്നെ. നാടും വീടും ഒക്കെ പാലക്കാടാണ്. പക്ഷെ ദേ ആർ ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ഡൽഹി. പ്രഭ്ജോത് പക്ക ഒരു പഞ്ചാബിയാണ്. അങ്ങനെ ഞങ്ങള് പിന്നെ അമ്പലത്തിലൊക്കെ തൊഴുതി കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് വാഴ 2 കാണാൻ വേണ്ടി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമകളൊക്കെ വരുന്ന ഈ റിച്ച്മണ്ട് ഹിൽ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. സോ ഞങ്ങള് അമ്പലവും ഭക്ഷണവും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. ഉണ്ട്. നമ്മൾ 200 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വാഴ 2 കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കണ്ടിട്ട് നമ്മൾ പോയി വാഴ കണ്ടിട്ട് വരാം. വാഴ 2 ഇന്റർവെല്ലില്ല സ്റ്റാഫുള്ള അതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ വാഴ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പ്രഭ്ജോതിന് മലയാളം അറിയില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇംഗ്ലീഷ് പടം ബുക്ക് ചെയ്യാ എന്നാണ് പറഞ്ഞത്. പിന്നെ ഐ വാസ് സോ സാഡ്. പിന്നെ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് മലയാള സബ് ടൈറ്റിൽ ഒക്കെ പോയാലോ എന്ന് പറഞ്ഞ് അവളെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കാണാൻ പോയത്. പക്ഷെ സിനിമ കണ്ട് കുറെ കഴിഞ്ഞപ്പോ എന്റെ സൈഡിലിരുന്ന് ഒരാൾ കരയുന്നുണ്ടായിരുന്നു. എല്ലാവരും കരയുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രഭ്ജോത്തും കരയുന്നുണ്ടായിരുന്നു. അപ്പൊ ലാംഗ്വേജ് ഒന്നും ഒരു ബാരിയറേ അല്ലായിരുന്നു. ഇത് ക്ലൈമാക്സിൽ ഒരു പവർ പാക്ക് ഒരു സീനായിരുന്നു. ഇത് കൂടെ ഇല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ, എല്ലാവരും തിയേറ്ററിൽ നിന്ന് കരഞ്ഞു മൂങ്ങിക്കൊണ്ട് കണ്ണും തുടച്ചുകൊണ്ട് വരുന്നത് കണ്ടേനെ. ഈവൻ
ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാഷ്റൂമിലേക്ക് കയറിയപ്പോൾ തിയേറ്ററിൽ വാഷ്റൂമിലേക്ക് കയറിയപ്പോൾ എന്റെ ചുറ്റുമുള്ള കുറച്ച് പെൺകുട്ടികൾ എന്നെ റെക്കഗ്നൈസ് ചെയ്തു. ദേ ഇൻസ്റ്റാഗ്രാമിലുള്ള ചേച്ചി എന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പക്ഷെ അവർക്ക് മുഖം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഹായ് പറയാനോ ഉള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ സിനിമ കണ്ടിട്ട് മൊത്തത്തിൽ നല്ല ഇമോഷണലായി. രാവിലൊക്കെ ഞാൻ കരയുന്ന വീഡിയോ ഒക്കെ എടുത്തു വെച്ച് ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. ഈവൻ സിനിമ കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണെങ്കിലും വീട്ടിലെത്തിയിട്ടും അതിന്റെ അടുത്ത ദിവസമൊക്കെ ആണെങ്കിലും ജോലിക്ക് പോകുമ്പോഴൊക്കെ ഭയങ്കര ഐ ഫീൽ മൈ മൈ ഹാർട്ട് സോ ഹെവി. അങ്ങനെ ഒരു പടം. പിന്നെ അതിനുശേഷം ഓഫ് കോഴ്സ് എന്താ ഒരു കേരള റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ചു. എന്താ ഓർഡർ ചെയ്തതെന്നൊന്നും അറിയില്ല. ഒരു ബൊഫേ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ചോറുണ്ടായിരുന്നു, മോരുകറി, സാമ്പാറ്, ഡക്ക് മൊപ്പാസ്, മീൻ മൊപ്പാസ്, ചിക്കൻ ഫ്രൈ, ഈ അങ്കമാലി സ്റ്റൈൽ പോർക്ക് ഫ്രൈ, ഒരു ബീഫ് റോസ്റ്റ്, ഫിഷ് ഫ്രൈ, ചിക്കൻ ചില്ലി ചിക്കൻ ഫ്രൈ, ക്യാബേജ് തോരൻ, വൻപയറിന്റെ എന്തോ ഒരു മെഴുക്ക് വരട്ടി പോലെ അങ്ങനെ എന്തോ ഒരു സംഭവം. അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് എടുക്കുമ്പോഴേ കഴിക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഗൈസ്, ഐ ഹാവ് സ്റ്റിൽ ഗോട്ട് ഗുഡ് അപ്പറ്റൈറ്റ്. ഞാൻ ആ ഭക്ഷണമൊക്കെ ഫുള്ളും എടുത്ത് എന്തായാലും കഴിച്ചിട്ടുണ്ട്. സെയിം ടൈം ഞങ്ങളുടെ ടൗൺ ആണെങ്കിൽ ഒരു ഫ്ലഡിങ് കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാനാണെങ്കിൽ ഇന്നുണ്ടല്ലോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു കിടിലൻ സാധനം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ബർത്ത്ഡേക്ക് പുറത്തു പോയി ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. അത് ഞാൻ റിക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഐ റിയലി ലവ് ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ രാഹുലിനും കൂടെ ട്രൈ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് രാഹുലിന് ഇഷ്ടമാവോ ഇല്ലയോ എന്ന് നോക്കാന്ന് വേണ്ടി ഞാൻ ട്രൈ ചെയ്യുവാണ്. ഗൈസ്, ഐ മെയ്ഡ് സംതിങ് സ്പെഷ്യൽ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇതായിരുന്നു ഞാൻ ബർത്ത്ഡേക്ക് പുറത്തുപോയി കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഹാഷ് ബ്രൗൺ ഉണ്ട്, ബീൻസ് ഉണ്ട്, കോൺസ്, ഒനിയൻസ്, ടൊമാറ്റോ, പിന്നെന്താ ചിപ്പോട്ട്ലി സോസ്, ദെൻ സാൽസ, ദെൻ സം ഹോട്ട് സോസ്, പിന്നെ പോച്ച്ഡ് സോഫ്റ്റ് എഗ്സ്. എനിക്ക് പോച്ച്ഡ് സോഫ്റ്റാണ് ഇഷ്ടം, അതുകൊണ്ട് പോച്ച്ഡ് സോഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂൾ. പിന്നെ നമുക്ക് ഈ വരുന്ന 2-3 ദിവസത്തിനകത്ത് വിഷു വരികയാണ്. അപ്പോൾ അതിന്റെയൊക്കെ ഒരു മേജർ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെയും കൂട്ടി ഗ്രോസറിക്കൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഗ്രോസറി ആണ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം നമ്മൾക്ക് കേരള സദ്യയൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പല സാധനങ്ങളുണ്ടല്ലോ. ചേന, മത്തൻ, കുമ്പളം, വെള്ളരി പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ബായും ബാബിയും പോകുന്നുണ്ട്. അപ്പൊ ഞാനും പോവാന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ അത് ക്യാൻസൽ ചെയ്തു. എനിക്ക് ജോലി ഉണ്ടായിരുന്നു. പിന്നെ അവര് പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുവാണ് ചെയ്തത്. പിന്നെ നമ്മുടെ ടൗണില് പുതിയതായി ഒരു വിന്നേഴ്സ് വന്നിട്ടുണ്ട് ഗൈസ്. ഇറ്റ്സ് ക്ലോത്തിങ് അല്ലെങ്കിൽ മറ്റുള്ള എന്താ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾക്കൊക്കെ ഉള്ള ഒരു സ്റ്റോറാണ്, കനേഡിയൻ സ്റ്റോറാണ്. തുടങ്ങിയിട്ട് ഒരു 2-3 ആഴ്ചയായിട്ടുള്ളൂ. പക്ഷെ അതിനകത്ത് തന്നെ ഞാൻ 2-3 തവണ പോയിട്ട് ഒരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഈവൻ എന്റെ ബർത്ത്ഡേയുടെ ആ പിങ്ക് കളർ ടോപ്പില്ല, അത് വിന്നേഴ്സിന് എടുത്താണ്. നല്ല കത്തി വിലയായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ സന്തോഷങ്ങൾ. പിന്നെ ഞാൻ രാവിലെയും കൂട്ടിയിട്ട് നേരെ പോയത് നമ്മളുടെ ടൗണിൽ തന്നെയുള്ളൊരു ബേക്കറി സ്റ്റോറിലാണ്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ബേക്കറി സ്റ്റോറിൽ ഐ ഹാവ് ബീൻ ഹിയർ കപ്പിൾ ഓഫ് ടൈംസ്. ഇവനെയും കൂട്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നു. ഇതിനകത്ത് തന്നെ ഒരു ബുച്ചേഴ്സ് ഷോപ്പ് ഉണ്ട് ടൗണിൽ. വൺ ഓഫ് ദ പോപ്പുലർ ആൻഡ് ഫേമസ് ഷോപ്പാണ്. പിന്നെ അതുകൂടാതെ ഇവിടുന്ന് എനിക്കൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ഗിഫ്റ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2024 എന്റെ മാനേജർ എനിക്ക് തന്ന ഒരു കൂപ്പൺ ആണ്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എന്തായാലും പോകുന്നു, അപ്പൊ അത് റിഡീം ചെയ്യാം, അതിന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടാണ് പോയത്. അത് വാങ്ങിച്ചു. പിന്നെ ബുച്ചർ ഷോപ്പില് എന്തെങ്കിലും നമുക്ക് പറ്റിയ മീറ്റ് ഉണ്ടാവും എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മുറിച്ച് വാങ്ങിക്കാം എന്ന് വിചാരിച്ച് പോയി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾക്ക് വേണ്ട രീതിയിലുള്ള സാധനങ്ങളൊന്നും ഇവിടെ കിട്ടില്ല. കാരണം ഇവിടെ ഓൾറെഡി സ്പൈസസ് ചെയ്തു വെച്ചതും അല്ലെങ്കിൽ എന്താ പറയാ, ഇവര് ഓരോ ബോഡി പാർട്ടുകളൊക്കെയാണ് വിൽക്കാൻ വെക്കുന്നത്, ടെൻഡർലിയൻസ് അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ. നമ്മൾ എന്തായാലും ഇന്ത്യൻ കുക്കിങ്ങിന് വേണ്ട പറ്റുന്ന തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ ഗിഫ്റ്റ് കാർഡ് റിഡീം ചെയ്തുകൊണ്ട് 2 പേസ്ട്രീസ് വാങ്ങിച്ചു. അതും വാങ്ങിച്ച് കഴിച്ചോണ്ട് പിന്നെ വാൾമാർട്ടിലാണ് ആദ്യം ഷോപ്പ് ചെയ്തത്. പിന്നെ ഫുഡ് ബേസിക്സിലേക്ക് പോകാന്ന് വിചാരിച്ചു. നമ്മൾ കുറെ നാൾ കൊണ്ട് ഫിഷും കപ്പയും ഒക്കെ കഴിച്ചിട്ട് കുറെ നാളായി. ഇത് വാൾമാർട്ടിൽ കിട്ടിയില്ലായിരുന്നു. സോ വി ആർ ജസ്റ്റ് ഗോയിങ് ദെയർ. ബ്ലാക്ക് ഫോറസ്റ്റ് ചെറി വരില്ല, പക്ഷെ ഇതിൽ ചെറി ക്രീം ഒക്കെയാണോ?
വാൾമാർട്ട് കൂടെ കഴിഞ്ഞിട്ട് നമ്മളുടെ ടൗണിൽ തന്നെ മറ്റൊരു സെക്കൻഡ് ഗ്രോസറി സ്റ്റോറാണ് ഫുഡ് ബേസിക്സ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മീൻ മാത്രം വാങ്ങിക്കും. അപ്പോൾ മീൻ വാങ്ങിച്ചിട്ട് ഒരുപാട് നാളായി. എനിക്കിപ്പോൾ മീനും കഴിക്കാൻ കൊതിയാവുന്നുണ്ട്. രാവിലെയാണെങ്കിൽ കപ്പ വാങ്ങിച്ച് കഴിക്കാനൊരു കൊതിയുണ്ട്. അപ്പോൾ അത് കിട്ടുമെന്ന് അന്വേഷിക്കാനാണ് ഫുഡ് ബേസിക്സ് വരെ പോകുന്നത്. പെട്രോളിന് വില കൂടിയത് എല്ലാം ഇപ്പോൾ ഗ്രോസറിയുടെ പ്രൈസിൽ കാണാം ഗൈസ്. എൻ്റെ ദൈവമേ, കുറച്ച് ലാമ്പ് വാങ്ങിച്ചതിനൊക്കെ എന്ത് വിലയാണെന്നറിയോ. വിഷുക്കണി വെക്കാനാണ് ഓരോരോ ഫ്രൂട്ട് ഐറ്റംസ് വെച്ചിട്ട് വാങ്ങിക്കുന്നേ. Rahul is doing his job and I'm just supervising him. ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പൊ നമ്മളുടെ ചുറ്റുപാടും ടൗണൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് പറയാം. നിലത്ത് മഞ്ഞൊന്നും ഇല്ല. ഇനിയിപ്പോ എന്ത് കാലാവസ്ഥ വന്നാലും ഒന്നും ഇല്ല. ഇനിയിപ്പോ മഞ്ഞ് പെയ്താലും അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയാണെങ്കിലും വി ഫീൽ സോ അലൈവ്, അല്ലെങ്കിൽ വി ആർ, എന്താ പറയാ, ഒരു പുത്തൻ ഉണർവ് കിട്ടിയ പോലെയാണ് ഒരു സ്പ്രിംഗ് സീസൺ. സോ ഐ ജസ്റ്റ് ഫീലിംഗ് ദാറ്റ് ഐ ജസ്റ്റ് എംബ്രേസിങ് ഓൾ ദി സീസൺസ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം പഠിച്ചു കേട്ടോ. എല്ലാ സീസണും ഇങ്ങനെ എംബ്രേസ് ചെയ്യുക. കാരണം ദർ ഇസ് നോ ഓപ്ഷൻ. വിന്റർ ആയാലും നമ്മുടെ ഡേ ടു ഡേ ലൈഫ് പോകുന്നുണ്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് എംബ്രേസിങ് ഇറ്റ്. അതിനുശേഷം നമ്മൾ വീടെത്തി നല്ല അടിപൊളി കപ്പയും തക്കുവാണ് ചിക്കനൊക്കെ വെച്ച് നല്ല ചോറൊക്കെ കഴിച്ചു. പിന്നെ വി ആക്ച്വലി പ്ലാൻഡ് സംതിങ് വെരി ഫൺ ദിസ് നൈറ്റ്. ഇന്ന് രാത്രി നമ്മള് ടോറൻസ് ബാരൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കംപ്ലീറ്റ് സ്പേസ്, ഗാലക്സി, സ്റ്റാർസ് ഒക്കെ ഭയങ്കര അടുത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. സോ ഞാനും രാഹുൽ ഭായും ബാബിയും ഒക്കെ കൂടെ ചേർന്ന് പോവുകയാണ്. പോകുന്ന വഴിയാണ് കേട്ടോ അത്. ഇത് ഇവിടെ മാത്രം ഒറ്റയ്ക്ക് പെട്ട് കഴിഞ്ഞാൽ പേടിച്ച് പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നേ. എല്ലാതൊക്കെ പേടിയാണോ? പേടിയാണോ? കാണുന്നില്ല. അതൊന്നുമില്ല. മറ്റേ ഇത് കരടിയും സാധനങ്ങളും കാണും. പിന്നെ ഇത്രയും ബഹളത്തിന്റെ ഇടയിൽ കരടി വരികയല്ലേ. കരടിക്ക് എന്ത് ബഹള പ്രശ്നം? ഇതൊക്കെ ലൈറ്റ് അടിക്കാതെ വൈൽഡ് ലൈഫ്. അവിടെ ഞങ്ങൾ അർദ്ധരാത്രി 12 മണി മുതൽ ഒരു 2 മണി വരെയൊക്കെ സ്പെൻഡ് ചെയ്തു. കുറെ സ്കൈ വാച്ച്, സ്കൈ ഗേസിംഗ് ഒക്കെ, സ്റ്റാർ ഗേസിംഗ് ഒക്കെ ചെയ്തു. കുറെ നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുപോയ കുറെ സ്നാക്സ് ഒക്കെ ഒറ്റയ്ക്കിരുന്നല്ല, നമ്മൾ ഒരുമിച്ചിരുന്ന് കാറിനകത്തിരുന്ന് കഴിച്ചു. പ്രതീക്ഷേനേക്കാളും തണുപ്പ് കൂടുതലായി തോന്നി. രാത്രിയാകുമ്പോൾ തണുപ്പ് കൂടുതലായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ നേരെ തിരിച്ചു. പിന്നെ ഒരു നല്ലൊരു സമ്മർ ഡേയിൽ നമ്മൾ വന്നിട്ട് ഇതുപോലെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ തിരിച്ചു വന്നേ. ഇന്ന് മൺഡേ ആണ് കേട്ടോ. നാളെ വൈകിട്ടാണ് വിഷു വരുന്നത്. കഴിഞ്ഞ 2 ദിവസം വലിയ കാര്യമായിട്ടൊന്നും നടന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വീക്കെൻഡൊക്കെ ഭയങ്കര റിലാക്സിങ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങോട്ടും പോയില്ല. ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് എങ്ങോട്ടൊന്നും പോയൊന്നുമില്ല. കുറച്ച് കുക്ക് ചെയ്തു, നല്ലവണ്ണം ഫുഡ് കഴിച്ചു. പിന്നെ എന്തായാലും വിഷു ആഘോഷിക്കുന്നുണ്ട്. അതാണെങ്കിലൊരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഒരു മറ്റേ മിഡ് ഓഫ് ദ വീക്ക് വന്നുകൊണ്ടേ മീൽ പ്രപ്പ് ചെയ്ത് വെച്ചാലും കുറേയൊക്കെ കേടുമൊക്കെ വന്നു പോവും. അപ്പം ഇന്ന് എനിക്ക് ഓഫാണ്. ടെക്നിക്കലി ഇന്ന് എനിക്ക് ഓഫാണ്. സോ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അടിച്ചു, വീടൊക്കെ ക്ലീൻ ചെയ്തു, മോപ്പ് ചെയ്തു, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്തു, പൂജാ സാമഗ്രികളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ മുതൽ കുറേ ഡ്രസ്സുകളൊക്കെ എടുത്ത് അയൺ ചെയ്യലും. എനിക്കറിയില്ല വിഷുവിന് അതൊക്കെ ഇടാൻ പറ്റുമെന്ന്. കാരണം ഇവിടുത്തെ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എല്ലാ പ്ലാനും. സോ അതിനെക്കുറിച്ചൊരു വലിയ ഗ്യാരണ്ടി ഇല്ല. പക്ഷേ കുറേ അടയാഭരണങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ച് കണിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്നല്ല എല്ലാം ചെയ്യണ്ടേ. പക്ഷെ നാളത്തേക്ക് നമുക്ക് സമയപരിധിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഒരു ചെറിയൊരു ഗ്രോസറി ഉണ്ട്, അതും കൂടെ ചെയ്യണം. അതുകൂടെ കഴിഞ്ഞു. പിന്നെ നാളെ ബാക്കി എല്ലാ പച്ചക്കറികളൊക്കെ ഇന്ന് അരിഞ്ഞ് വെക്കാന്നൊക്കെ വിചാരിക്കുക. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു എഗ് റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എഗ്ഗ് കഴിക്കാൻ. എന്ന് വെച്ചാൽ എന്ത് ടൈപ്പ് എഗ്ഗ് ആണെങ്കിലും ഇഷ്ടമാണ്. ഇവിടെ
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിൽ ഇങ്ങനെ ബെനഡിക്റ്റ് കിട്ടും, പോച്ച്ഡ് എഗ്സ്, ഫ്രൈഡ് എഗ്സ്. നമ്മൾ ഉണ്ടാക്കുന്ന ടൈപ്പിനനുസരിച്ച് അതിൻ്റെ രുചിയും മാറുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നമ്മൾ ഡിന്നറിന് എന്താ ചെയ്യുന്നത്? എഗ് തന്നെയാണ്. സോ ഐം ജസ്റ്റ് മേക്കിംഗ് സം എഗ് റൈസ്. ഞാൻ ഓൾറെഡി റൈസ് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുത്ത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ, എളുപ്പം. വിഷയമാണ് ഗൈസ്. എനിക്കാണെങ്കിൽ കടലപ്പായസത്തിനുള്ള കടല വേണം. ഇവിടെ ആണെങ്കിൽ 1008 വെറൈറ്റി ഓഫ് കടല. അതുപോലെ ഓലനും എരിശ്ശേരിക്കുള്ള വൻപയറും കിട്ടാൻ വഴിയില്ല. സോ ഐം ജസ്റ്റ് ഹോൾഡിങ് ബ്ലാക്ക് ഐഡ് പീസ്. ഐ തിങ്ക് ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വിത്ത് ഓലൻ ആൻഡ് കായ്. കിട്ടിയത് യെല്ലോ സ്പ്ലിറ്റ് പീസ്. ഐ ഹോപ്പ് ഐ ക്യാൻ യൂസ് ദിസ് ഫോർ കടല പായസം. ഇതല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ഇവിടെ ഒരു 1008 വെറൈറ്റി ഉണ്ട്. ഞാനാണെങ്കിൽ ലാസ്റ്റ് ഇവിടെ കുറച്ച് അലുമിനിയം ഫോയിലിൻ്റെ കണ്ടെയ്നേഴ്സ് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. കാരണം 10-15 ഡിഷസൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഉണ്ടാക്കി പാത്രം കഴുകാൻ തന്നെ പിന്നെ അവസാനം സമയം ഉണ്ടാവുള്ളൂ. പിന്നെ ഫ്രിഡ്ജിലൊക്കെ എളുപ്പം കയറി സ്റ്റോർ ചെയ്യാനൊക്കെ ഇതായിരിക്കും എളുപ്പം. ലാസ്റ്റ് ടൈം ഞാനിങ്ങനെ ഓണത്തിനിങ്ങനെ മീൽ പ്രപ്പും വെജിറ്റബിൾസും ഒക്കെ അരിഞ്ഞു വെച്ചതും ഇതിലായിരുന്നു. പിന്നെ ഫുഡ് ആക്കി വെച്ചതും സ്റ്റോർ ചെയ്തതും ഒക്കെ ഇതിലായിരുന്നു. അതുകൊണ്ട് ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം. സോ പ്രത്യേകിച്ച് ഇന്ന് ഒരു വർക്കിംഗ് ഡേ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. അങ്ങനെ എൻ്റെ ലാസ്റ്റ് മിനിറ്റുള്ള ഷോപ്പിംഗ് ഞാൻ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പേരിൽ ഇനി അപ്പുറത്തോട്ട് ഇറങ്ങില്ല. വിഷുവിനിപ്പം നമ്മൾ കറൻ്റ് എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും ഞങ്ങളുടെ നെയ്ബർ, പുതിയതായി വന്ന നെയ്ബറും അവരും തമ്മിൽ കുറച്ച് ഡിഷസ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചെയ്യുന്നു, അവർ കുറച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവർ നാളെയും മറ്റന്നാളും ഓഫാണ്. എനിക്കും രാഹുലാണെങ്കിൽ നാളെയും മറ്റന്നാളും ജോലിയുണ്ട്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കാമെന്നാണ് കറൻ്റ്ലി പ്ലാൻ. പിന്നെ കുറേ ചനാദാലും തൂർദാലും ഒക്കെ തപ്പി ഞാൻ മടുത്തു. ഏതാണ് കടല പായസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന കടല? എവിടെയാണെങ്കിൽ ഒരു 1008 വെറൈറ്റി ഉണ്ട്. ഏതാണെന്നൊന്നും മനസ്സിലായില്ല. എന്നിട്ട് ഞാൻ അവസാനം ഗൂഗിളിലും ChatGPT ഒക്കെ ചോദിച്ചിട്ടാണ് അത് കണ്ടെത്തിയത്. അതുപോലെ ഓലനും എരിശ്ശേരിക്കും തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ വൻപയറില്ലേ, അതും കിട്ടിയില്ല. പിന്നെ അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ബ്ലാക്ക് ഐഡ് ബീൻസ് വാങ്ങിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. ഇതൊക്കെയാണ് ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പം എന്തായാലും നമുക്കിനി വീട്ടിലോട്ട് പോകാം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ നേരെ ബാബിയുടെ വീട്ടിലേക്ക് ചെന്നു. പുള്ളിക്കാരത്തിക്ക് ഞാൻ വേണ്ട സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. നമ്മൾ രണ്ടുപേരും ഈ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എടുത്തത്. പുള്ളിക്കാരത്തിക്ക് പഞ്ചാബിയൊക്കെ ആയതുകൊണ്ടും കുറച്ച് എളുപ്പമുള്ള സംഭവങ്ങളൊക്കെ, പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ അറിയും, കിച്ചടിയൊക്കെ ഉണ്ടാക്കാൻ അറിയും എന്നൊക്കെ പറഞ്ഞപ്പം അപ്പൊ എന്തൊക്കെയാണ് പുള്ളിക്കാരത്തിയുടെ കംഫർട്ട് ലെവൽ നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് എടുത്തത് കേട്ടോ. പിന്നെ ഇന്ന് കുറെ കാലത്തിന് ശേഷം വീട്ടിൽ നമ്മള് പാനിപൂരി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൈ അല്ല, നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. ഇപ്പൊ ഒരു കൊതി മൂത്തിട്ട് ഈ അടുത്തായിട്ട് വാങ്ങിച്ചാണ് പാനിപൂരി. അതിനോടൊപ്പം മറ്റേ നമ്മുടെ ദാഹിപൂരിയും കുറച്ച് തൈര് കൂടെ ആഡ് ചെയ്ത് കഴിക്കുന്നതാണ് എൻ്റെ കുറച്ച് ഭയങ്കര ഫേവറേറ്റ്. ഈവൻ ഞങ്ങൾക്ക് അതിനകത്തൊരു മെമ്മറി കൂടെ ഉണ്ട്. ഞാൻ രാവിലെയൊക്കെ ആദ്യമൊക്കെ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് I dragged him, like I made him walk from Palayam to Tambanur just to have this pani puri. Poor guy, അല്ലേ? ഞാൻ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ഇട്ട് ഔട്ട്ഫിറ്റിൽ ഞാൻ തക്കുവിൻ്റെ പുറകെ വന്ന് നിൽക്കും. അപ്പോൾ തക്കു എന്നെ നോക്കി കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരണം, എന്നിട്ട് വികാരഭരിതനാവണം. എന്റെ ജീവിതം പൊട്ടിച്ചോറായി. വീഡിയോ കേട്ടല്ലോ, നോ കോംപ്രമൈസ്. ഇതിനിടയിലാണെങ്കിലും മുടങ്ങാതെയൊക്കെ ജിമ്മിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊരു പ്ലേറ്റ് ഒന്ന് മാറ്റി ചവിട്ടിയിട്ടുണ്ട്. ദിസ് ലാസ്റ്റ് 1 year I was actually training to gain more weight and was doing more strength training. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ്ങും വെയിറ്റ് ഗെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കുറെ ഫാറ്റ് വെച്ചിട്ടുണ്ട്. സോ ഐ എം ജസ്റ്റ് ട്രൈങ് ടു ഫോക്കസിങ് ഓൺ ലൂസിങ് ഫാറ്റ് അലോങ് വിത്ത് സ്ട്രെങ്ത് ട്രെയിനിങ്. ഇറ്റ്സ് 14th of April. കഴിഞ്ഞ 2 ദിവസമായിട്ട് മഞ്ഞായിരുന്നു.
പിന്നെ ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് നല്ല മഴ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മഴ. ഈ മഴയത്താട്ടോ ഈ കൊഴിഞ്ഞുപോയ ഇലകളൊക്കെ ഇങ്ങനെ കിളിർത്ത് പുതിയ ജീവനൊക്കെ വയ്ക്കുന്നത്. സ്പ്രിങ് ഈസ് ദ സീസൺ ഓഫ് ന്യൂ ലൈഫ് എന്ന് പറയാം. സോ റൈറ്റ് നൗ ഐ ഫീൽ ഫുള്ളി അലൈവ്. എനിക്ക് പുതിയ ജീവൻ കിട്ടിയ പോലെയാണ് തോന്നുന്നത്. കാരണം ദ അറ്റ്മോസ്ഫിയർ, ദ എൻവയോൺമെൻറ്റ് ഫീൽസ് സോ ഫ്രഷ് ആൻഡ് സോ നൈസ്. ഞാൻ ചന്ദനക്കുറയൊക്കെ ഇട്ടിട്ട് ജോലിക്ക് പോകുക. ഇതെൻ്റെ സ്പ്രിങ് ജാക്കറ്റാണ് ഗൈസ്. Look at my bags. ഞാനിന്ന് ജോലി കഴിഞ്ഞ് വന്നിരുന്നതും ഒരു ചായ കുടിച്ചിട്ട് എൻ്റെ പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. വേണ്ട സാധനങ്ങൾ, ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ, വെജിറ്റബിൾസൊക്കെ അതാത് പാത്രത്തിലേക്ക് ഞാൻ ഉണ്ടാക്കി വയ്ക്കുക. കാരണം അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കേണ്ട, മീൻസ് ഒരു ലിമിറ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തു. ഓണത്തിന് വേണ്ട സാധനങ്ങളുടെ, ഇപ്പോൾ സാമ്പാറാണെങ്കിൽ അതിനുള്ള വെജിറ്റബിൾസ് ഇതിൽ തന്നെ മുറിച്ചിടും. ക്വാണ്ടിറ്റി അതിനനുസരിച്ച് പോകാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. വിഷുവിന്റെ രാത്രി കാണുന്ന തിരക്കാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ എല്ലാ പച്ചക്കറികളും അരിഞ്ഞു വെച്ചു. അതുപോലെ തന്നെ കുക്ക് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു. കുക്ക് ചെയ്യാനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു 10 മണി അടുപ്പിച്ചായി. അപ്പോഴത്തേക്കും ഐ ഫീൽ വെരി എക്സോസ്റ്റഡ്. രാഹുൽ ആണെങ്കിൽ ജോലിയുടെ തിരക്കായിട്ട് രാവിലെ മൊത്തത്തിൽ അതിനകത്ത് എൻഗേജ്ഡ് ആയിപ്പോയി. പിന്നെ ഞാൻ അവസാനം ഒരു 4-5 ഡിഷ് ഞാൻ പറഞ്ഞു വെച്ച പോലെ ഇന്നത്തേക്ക് കുക്ക് ചെയ്യേണ്ട എന്തൊക്കെയാണോ അത് മാത്രം കുക്ക് ചെയ്തു. എന്നിട്ട് രാവിലെ കൊണ്ട് മൊത്തം പാത്രം കഴുകിപ്പിച്ചു. കാരണം നാളെ രാവിലെ എണീക്കുവാണെങ്കിൽ വീണ്ടും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യണമല്ലോ. അപ്പൊ ആ കാര്യങ്ങളിലേക്ക് നോക്കി. ഞാൻ പ്രതീക്ഷേനേക്കാളും എനിക്ക് എന്തൊക്കെയോ ഇടുപ്പ് വേദനയും കാലുവേദനയൊക്കെ പോലെയൊക്കെ തോന്നി. ചിലപ്പോഴൊക്കെ ഇങ്ങനെ തോന്നും, അയ്യോ വേണ്ടായിരുന്നു, ഇതിപ്പോ എന്തിനാ ഇത്രയും ആഘോഷിക്കുന്നേന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതൊക്കെ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ എന്താ വേറെ നമുക്ക് ആഘോഷങ്ങളൊന്നുമില്ല. ഒരു ദിവസം കഴിഞ്ഞു പോകുന്ന പോലെ തന്നെ ഇതൊന്നും ആഘോഷിക്കാതിരുന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു പോകും. ദർ ഇസ് നത്തിങ് എക്സൈറ്റ്മെന്റ്. സോ ഐ വാണ്ടഡ് ടു കീപ് ദാറ്റ് ദ കൾച്ചർ, ദ എനർജി അലൈവ്. എനിക്കൊക്കെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. രാവിലെ ചോദിക്കും ഇതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. ഓൾവേസ് ലൈക്ക് ദാറ്റ്. എന്റെ അച്ഛനും അങ്ങനെയായിരുന്നു. ഇപ്പൊ രാഹുലും അങ്ങനെയാണ്. രാഹുലിന്റെ വീട്ടില് രാഹുലിന്റെ അച്ഛനും ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ബട്ട് ഇറ്റ് മേക്സ് മീ ഫീൽ സോ ഹാപ്പി. സോ ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട്. അന്നത്തെ രാത്രിയിലേക്കുള്ള കടല പായസം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നിങ്ങളെ കാണുന്നത്. അതിനൊക്കെ ശേഷം കുളിച്ചു വന്നതിന് ശേഷം ഞാൻ വീണ്ടും കണിയൊക്കെ ഒരുക്കാൻ തുടങ്ങി കേട്ടോ. ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് വയ്യ, ഉറക്കവും പിടിച്ചു തുടങ്ങി. പിന്നെ അതിനുശേഷം നേരെ പോയി കിടന്നു. രാവിലെ എഴുന്നേറ്റ് കുളിച്ചു വന്നിട്ടാണ് വിഷുക്കണി കണ്ടത്. വിളക്കൊക്കെ കൊളുത്തി രാഹുലിനെ വിളിച്ച് കാണിച്ചത്. ഇതായിരുന്നു എന്റെ വിഷുക്കണി ഈ വർഷത്തെ. ഇവിടെ കിട്ടുന്ന സാധനങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുറെയൊക്കെ സാധനങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ആഗ്രഹം. പിന്നെ ഞാൻ വിളക്കൊക്കെ കൊളുത്തി പൂജയൊക്കെ ചെയ്തതിന് ശേഷമാണ് രാഹുലിനെ പോയി വിളിച്ചത്. രാഹുലിനും കണി കാണിച്ചു കൊടുത്തു. പിന്നെ ഈ കഴിഞ്ഞൊരു 4 വർഷം ഒക്കെ ആയിട്ട് ഞാനും രാഹുലും എപ്പോഴും വിഷുവിന് ഒരുമിച്ചുണ്ടാവാറുണ്ട്. ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൈനീട്ടം കൊടുക്കാറുണ്ട് കേട്ടോ. രാഹുലിന്റെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. രാഹുലിന്റെ അമ്മയാണെങ്കിലും രാഹുലിന്റെ നിന്നാണ് കൈനീട്ടം വാങ്ങിക്കാറ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭയങ്കര ഐശ്വര്യമാണ്, ഭയങ്കര ഭാഗ്യമാണ് രാഹുലിന്റെ നിന്ന് കൈനീട്ടം വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ രാഹുലിന് അങ്ങോട്ടും കൊടുക്കും. പിന്നെ ആ കൈനീട്ടം കിട്ടിയ പൈസ എന്നും എന്റെ വാളറ്റിൽ കാണും. അത് തൊടാതെ ഒരു വർഷം മുഴുവൻ കൈനീട്ടം കാണും. കഴിഞ്ഞ വർഷത്തെ കൈനീട്ടം ഈ കണിക്കടക്കം ഞാൻ എടുത്തു വെച്ചായിരുന്നു. പിന്നെ അതിനുശേഷം ഓടിപ്പാഞ്ഞ് രാവിലെ കൊണ്ടുപോയി ജോലിക്ക് വിട്ടിട്ട് പിന്നെ ഞാൻ അടുക്കളയിൽ കയറി 5:15 ആകുമ്പോഴത്തേക്കും അടുക്കളയിൽ കയറി ഈ കാണുന്ന എല്ലാ സാധനങ്ങളും രാവിലത്തേക്ക് ഉണ്ടാക്കി കേട്ടോ. ഞാൻ വിചാരിച്ചു ജോലി കഴിഞ്ഞ് വന്ന് വൈകിട്ട് ഉണ്ടാക്കേണ്ടതായിട്ടും കൂടെ വരുന്നു. പക്ഷെ പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചു, തേങ്ങയൊക്കെ അടക്കം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് അയ്യോ, വെച്ചുകൊണ്ട് എനിക്ക് അപ്പം അധികം സമയം എല്ലാവർക്കും എടുത്തേയില്ല. ഹാപ്പി വിഷു. ഞാനാണെങ്കിൽ ടയേർഡായിട്ട് ഇരിക്കുകയാണേ. രാവിലെ ഇന്ന് 4:30 എഴുന്നേറ്റിട്ടാണ് പൂജയൊക്കെ ചെയ്ത് രാഹുലിനെ വിളിച്ച് ഉണർത്തി കുളിച്ച് വന്നിട്ടാണ് പൂജയൊക്കെ ചെയ്തേ. എന്നിട്ട് ഞാൻ രാഹുലിനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. ഞാൻ 5:15 അടുക്കളയിൽ കയറി. അപ്പോൾ തുടങ്ങിയിട്ട് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഒരു 7 മണിയൊക്കെ അടുപ്പിച്ചാകുമ്പോഴത്തേക്കും 7-7:30 ആകുമ്പോഴത്തേക്കും അടുപ്പിച്ച് കഴിഞ്ഞു. 4 ഡിഷസ് മാത്രം ഇന്ന് ഉണ്ടാക്കാൻ ഞാൻ ബാക്കി വെച്ചിട്ടുള്ളൂ. ഒന്ന് കാളൻ,
കാളൻ ഓലൻ കൂട്ടുകറി, പിന്നെന്താ മസാലക്കറി. ഇതെല്ലാം എൻ്റെ ഫേവറേറ്റാണ്. സോ അത് മാത്രം ഉണ്ടാക്കി. ഇനി എന്താ, ഇനി ജോലിക്ക് പോകണം. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ പോയിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ ഞാൻ നേരത്തെ വന്നിട്ട് രാഹുലിന് നേരത്തെ വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ വന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ജോലിയിലിരിക്കുന്ന സമയത്ത് ഞാൻ വിളിച്ച് ചോദിക്കും ഇന്ന് നേരത്തെ കഴിയുമോ, ഇന്ന് എപ്പോൾ ഇറങ്ങുമെന്നൊക്കെ. അപ്പോൾ എങ്ങനെ രാവിലെ ടൈം നോക്കിയിട്ട് വരാമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതാണ് രാഹുലിൻ്റെ അമ്മ വാങ്ങിച്ച അമ്മ എന്താ കൃഷ്ണൻ്റെ വിഗ്രഹം. ഇത് എൻ്റെ അമ്മ കൊടുത്തുവിട്ട കണിക്കൊന്ന പൂവാണേ. പിന്നെ വാൽക്കണ്ണാടിയൊന്നുമില്ല. ഇതാണ് ഇപ്പോൾ നമുക്ക് തൽക്കാലം ഉള്ളത്. പിന്നെ നമ്മൾ ഈ കൊട്ടയിൽ തന്നെ ഞാൻ വെച്ചു കേട്ടോ. എടുത്തൊന്നും താഴെ നിലത്ത് വെക്കാൻ നിന്നില്ല. ഇതിനകത്ത് മത്തൻ, കോളിഫ്ലവർ, തേങ്ങ, പൈനാപ്പിൾ, പപ്പായ, ആപ്പിളുണ്ട്. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു സാരി, ആഭരണങ്ങൾ, പിന്നെ നവധാന്യങ്ങൾ എന്ന് പറയാൻ ഇതൊക്കെ വെച്ചിട്ടുള്ളൂ. പിന്നെ കൈ നിറയെ കുറച്ച് കണ്ണിന് കുളിർമയാകാൻ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. പഴം, ആപ്പിൾ, ക്യാരറ്റ്, ഗ്രേപ്സ് ഉണ്ട്, അവക്കാഡോ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, മാതളമുണ്ട്, തണ്ണിമത്തനുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ സെറ്റപ്പ്. പിന്നെ നമുക്ക് കുറച്ച് കണിക്കൊന്ന, ഫ്രഷ് കണിക്കൊന്ന കിട്ടിയിട്ടുണ്ട്. നമ്മുടെ രാഹുലും പ്രഭയും പോയി വാങ്ങിച്ചിട്ട് നമുക്ക് കൊണ്ട് തന്നതാണ്. അതുപോലെ തന്നെ രാഹുലും പ്രഭയും വാങ്ങിച്ച ചെറിയൊരു ഫോട്ടോ കൂടെയാണ് ഇത് കേട്ടോ. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ കണി. ഞാനാണെങ്കിൽ ജോലിയിൽ നിന്നൊക്കെ നേരത്തെ വന്നു കേട്ടോ. ഒരു 3 o'clock ആകുമ്പോഴത്തേക്കും വീടെത്തി. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉണ്ടാക്കി വെച്ച കറികളൊക്കെ തണുത്തുപോയി. അപ്പോൾ എല്ലാം ഒന്ന് വാമപ്പ് മൈക്രോവേവിൽ കയറ്റി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. പായസവും സാമ്പാറും ഒക്കെ ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം ഇവിടെ നിന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ രാഹുലിൻ്റെ പ്രഭയുടെ വീട്ടിൽ പോകും. ഇതൊക്കെ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് എന്നിട്ട് അവിടെ നിന്ന് കഴിക്കാനാണ് പ്ലാൻ. ഐ ആം സോ ടയർഡ് ഗൈസ്. കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു എത്ര ഐറ്റംസ് ഉണ്ടാക്കിയപ്പോൾ പായസം, സാമ്പാർ, ചിക്കൻ ഫ്രൈ, ചോറ്, മാമ്പഴപ്പുളിശ്ശേരി, ഇഞ്ചിപ്പുളി, രസം, മത്തങ്ങ-എരിശ്ശേരി, കുറുക്ക് കാളൻ, മസാലക്കറി, ഓലൻ, കൂട്ടുകറി. 11 ഡിഷ് നമ്മൾ ഉണ്ടാക്കി ഇപ്പം തന്നെ ഓൾറെഡി. വേണ്ടി വരും. അവിടെ ഇരിക്കട്ടെ. എന്താ തക്കടു I am having kadla paisam for the first time. It's not the പരിപ്പ് പായസം. പക്ഷെ എൻ്റെ അമ്മയുടെ കടല പായസത്തിൽ വേറൊരു ചൗച്ചൗ എന്ന് പറയുന്ന സാധനം കൂടെ ഒക്കെ വരും. ഗ്രീൻ ആൾക്കാരി. So many things. All by so many things. സാമ്പാർ ഇപ്പോൾ ചൂടാക്കാൻ വെച്ച് ചെറുതായി അടി പിടിച്ചിട്ടുണ്ടോ എന്ന് സംശയം. ഇത് ടേസ്റ്റ് വ്യത്യാസം എന്താ? ഇവിടെ ഉണ്ടാക്കുമ്പോൾ അരച്ചിട്ടുണ്ടാക്കണ്ട. ചിലർ അങ്ങനെ ഉണ്ടാക്കുക. ഞാൻ കണ്ടുള്ള അരച്ചിട്ടുണ്ടാക്കുന്നത്. ചിലർ പുളി ഇഞ്ചി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഇതൊക്കെ ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. എന്താണ് വ്യത്യാസം? അറിയില്ല. ഇഞ്ചി ഇട്ടിട്ട് പുളി ഇട്ടിട്ട് ഇഞ്ചി ഇടും. കോമഡിയാണ്. കോമഡി ചിരിച്ച പ്രഭു തും भी हंसो. ആദ്യം ഊക്കണതിന് മുമ്പ് ചിരിച്ചല്ലോ. है भाभी कैसा है? बहुत बढ़िया. സുഖം. ഇത് സൂമിങ് ഇല്ലല്ലേ? ആ, എന്തെങ്കിലുമൊക്കെ പറ. കുറച്ച് മലയാളത്തിൽ പറ. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ?
എന്തൊക്കെ ഉണ്ടാക്കി? ഞാൻ ഉണ്ടാക്കണ്ടോ ആ, ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് പരിപ്പ് പരിപ്പ് കറി, പൈനാപ്പിൾ പച്ചടി, കുക്കുംബർ കിച്ചടി, then പപ്പടം, പാൽപായസം, പാൽപായസം, അവിയൽ, തോരൻ. yes, it was all good. Thank you. ഇനി അടുത്ത ചോദ്യം. എന്റെ ചോദ്യം തീർന്നു. Guys, I think we both are high. ഇവള് You guys know, like ഞാൻ മൊത്തത്തിൽ സദ്യ കഴിച്ചു. ഇനി കുറച്ച് തള്ളു. തള്ളിയതൊക്കെ മതി. വിഷു ഒക്കെ ആയിട്ട് വിഷു എന്തായാലും അടിപൊളിയായി ഗൈസ്. കഷ്ടപ്പെട്ടപ്പോൾ തോന്നി I was very stressed, tired. At some point I thought like, oh my god, it's a lot of work. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ it felt so satisfying. Right. It was nice. ശരിയല്ലേ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? You guys tell. That's good. Especially Rahul Bhai's chicken. ചിക്കൻ. ഇത്രയും സദ്യ ഉണ്ടാക്കിയിട്ട് ചിക്കൻ അവസാനം നന്നായിരുന്നു. എങ്ങനെ ഇരിക്കുന്നു? പക്ഷെ അത് അശ്വനി കഴിച്ചില്ല. അല്ല, ഞാൻ സദ്യ കഴിക്കുമ്പോൾ നോൺ വെജ് കഴിക്കാറില്ല. പക്ഷെ നോൺ വെജ് ആണ്. That's good. സദ്യ നോൺ വെജ് ഞാൻ കഴിക്കാറില്ല. തിന്നോ? നീ കഴിഞ്ഞ വിഷുവിന് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കഴിച്ചില്ലല്ലോ കപ്പയും ബീഫും. ലാസ്റ്റ് വിഷുമേ കപ്പ ബീഫ് ബനായ ഉന്നോനെ. ഈ 2-3 ദിവസമായിട്ട് നമ്മുടെ ടൗണിലൊക്കെ ആയിട്ട് ഭയങ്കര മഴയാണ്, അതുപോലെ മഞ്ഞ് ഉരുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും പറയുന്നു ടൗണൊക്കെ ഭയങ്കര ഫ്ലഡായി, ചിലരുടെ വീട്ടിലൊക്കെ വെള്ളം കയറി എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ ഇതുവരെ വാട്ടർഫാൾസിന് അങ്ങോട്ട് വന്നിട്ടില്ല. ബട്ട് ഡ്യൂ ടു സീ ദാറ്റ് ഞാൻ ലാസ്റ്റ് ടൈം നിന്നത് ആ ഭാഗത്താണ്. ഇറ്റ്സ് ഓൾറെഡി മുങ്ങിപ്പോയി. ഇവിടെയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലം, അവിടെയും മുങ്ങിപ്പോയി. അവിടെയാണ് ഞാൻ കുളിച്ചുകൊണ്ടിരുന്ന സാധനം, അവിടെ മുങ്ങിയിരിക്കുക. വെള്ളം കാണുമ്പോൾ പേടിയാവും. അത്രയും അടിയൊഴുക്കും കുത്തൊഴുക്കും ഉണ്ട്. വാട്ടർഫാൾസ് മറ്റേ അതിൻ്റെ മുകളിലൂടെ, ആ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ക്രേസി. ഓ മൈ ഗോഷ്. ഇത് കാർ പാർക്കിംഗ് സ്ഥലമാണ്. and ഞാൻ നിന്നത് ദേ ആ സ്ഥലത്ത് അവിടെയൊക്കെ മുങ്ങിപ്പോയിരിക്കുക. വാവ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. പക്ഷേ വെള്ളം കാണുമ്പോൾ പേടിയാവുന്നു. ഇതൊക്കെ നമ്മുടെ പാർക്കാണ് കേട്ടോ. ഇത് പാർക്കായിരുന്നു, ഇവിടെ കൂടെ നടക്കുന്നേ. പക്ഷെ ഇതൊക്കെ വെള്ളം കയറിപ്പോയി. ഐ നെവർ സീൻ ദിസ് തിങ് ലൈക്ക് ദിസ് ബിഫോർ. പക്ഷെ ലാസ്റ്റ് ഇയർ ആയിരുന്നു ഭയങ്കരമായിട്ട് മഞ്ഞുണ്ടായിരുന്നേ. അപ്പോൾ വിചാരിച്ചു അപ്പോഴാണ് നമുക്ക് വാർണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു വെള്ളം കയറി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാളും മഞ്ഞൊന്നും ഇല്ല. പക്ഷെ എവിടെന്നാണ് ഈ വെള്ളം, എന്തൊക്കെയോ ഡാംസൊക്കെ തുറന്നു വിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു കേട്ടു. സോ ഇറ്റ് ലൈക്സ് ഫീൽസ്, ഓ മൈ ഗോഷ്. ലാസ്റ്റ് ഇയർ നമ്മൾ കയാക്കൊക്കെ ചെയ്തിരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് പോയത്. ഇവിടെയാണ് ഞാൻ സാധാരണ വന്നിട്ട് ഇങ്ങനെ നടന്നിട്ട്, ഇവിടെയാണ് ഒരു സ്പോട്ടൊക്കെ ഉണ്ട്, അവിടെ വന്നിട്ടൊക്കെ ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യുക. പക്ഷെ ഇത്രയും വെള്ളം കയറിയിരിക്കുന്ന കാണുമ്പോൾ പേടിയാവുന്നു കേട്ടോ. വാ, റോഡ്സൊക്കെ ക്ലോസ്ഡാണ്. ഇത് മാത്രമല്ല, വേറെ ഇതിപ്പോൾ ഡാമിലേക്ക് വാട്ടർഫാൾസിലേക്കുള്ള റോഡ്സ് അല്ലേ. ചില റോഡ്സ് മറ്റേ ലേക്കിൻ്റെ സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്കൊക്കെ റോഡ്സൊക്കെ ക്ലോസ്ഡാണ്. അങ്ങോട്ടേക്കൊന്നും ചിലർക്ക് പോകാൻ പറ്റുന്നില്ല. വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഇത് ആ സ്ഥലത്താണ്. അവിടെയാണ് ഈ വെള്ളം ഇങ്ങനെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. Can you imagine? Wow! ആൾക്കാരെല്ലാവരും ഇന്ന് ഷോർട്സിലൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് നല്ല വെതറാണ്. കഴിഞ്ഞ 6-7 മാസത്തിന് ശേഷം ഇന്നാണ് ഒരു 10 ഡിഗ്രിക്ക് മുകളിലാണ് പോകുന്നത്. ആക്ച്വലി 20 degrees today this afternoon. പിന്നെ ആൾക്കാരെയൊക്കെ ടൗണിൽ കാണുമ്പോൾ എല്ലാവരും ഷോർട്സിലും സ്ലീവ്ലെസ്സിലും ഒക്കെ ഇറങ്ങിയിരിക്കണം. കാണുമ്പോൾ തന്നെ ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് വെയിലൊക്കെ കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ആൻഡ് ഐ ഡോണ്ട് നോ, ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ ഇപ്പൊ ഈ കാണുന്നതേ ഉണ്ടാവും. കുറെ 2-3 മാസം കൂടെ കഴിഞ്ഞ് സമ്മർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഫോൾ സീസണൊക്കെ ഇറങ്ങുമ്പോൾ ഇത് വെള്ളമേ ഉണ്ടാവില്ല. ഏറ്റവും കുറച്ച് ഇങ്ങനെ ഇങ്ങനെ മാത്രം കാണുന്ന കുറച്ച് വെള്ളം ഉണ്ടാവും അല്ലാതെ. സോ നൈസ്. I never expected this. Anyway guys, നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതും ഇവിടെ നിന്നാണ്. ആൻഡ് വീഡിയോ നമുക്ക് വൈൻഡ് ഡൗണും ചെയ്യാം എന്ന് വിചാരിക്കുന്നു.
It was a nice issue. It's lots going on. സമ്മറും സ്പ്രിങ്ങും ഒക്കെ ആയി, നല്ല നല്ല ടെമ്പറേച്ചറും വെതറും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ there will be more videos coming. We are going for so many outings. So എന്താ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. വിന്റർ വാസ് പ്രിറ്റി ഡിപ്രസിങ്, യുനോ. ലൈക്ക് അത് പറഞ്ഞിട്ട് നമ്മൾ മഞ്ഞാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാതെ ഒന്നും ഇരിക്കില്ല, ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഡെയിലി ലൈഫ്. അപ്പം വിന്റർ കുറച്ച് മടുപ്പാണ് എപ്പോഴും, അതെന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ ഇപ്പൊ സ്പ്രിങ്ങും സമ്മറും ഒക്കെ ആവുന്ന ഒരു സിറ്റുവേഷനിൽ വി ആർ ബാക്ക്. ഞാൻ വീണ്ടും അലൈവ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഐ എം ബാക്ക് ടു മൈ റുട്ടീൻസ്, ഐ എം ബാക്ക് ടു മൈ ലൈഫ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇനി ഇവിടെ വരണം, മുങ്ങി കുളിക്കാനുള്ളതാ ഇനി. എനിവേ ഗൈസ്, I'll keep you posted. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ. I'll see you in my next video. Until then, take care guys, bye. Entire year. Call for a quote today. കുറേ നാൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും യൂട്യൂബിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈക്കും കമന്റും ഷെയറിങ്ങും ഒക്കെ എനിക്ക് വീണ്ടും ഇതുപോലെയുള്ള ഒരു വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്നെ മോട്ടിവേറ്റ് ചെയ്യും. സോ ഐ റിയലി അപ്രീഷിയേറ്റ് ഓൾ യുവർ ലൈക്ക് ആൻഡ് കമന്റ്സ്. വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോന്റെ ഈ ഒരു ഭാഗം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ടൈം ആൻഡ് എഫേർട്ട്. ഹഗ്സ് ടു യു ഗൈസ്. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.